നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്വാണ്ടിഫയേഴ്സിനെ എങ്ങനെയാണ് രണ്ട് ക്വാണ്ടിഫയേഴ്സ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് ലോജിക്കലി ഈക്വലൻ്റ് എന്ന് പറയുന്നതെന്ന് കണ്ടു. പിന്നെ നമ്മൾ ബൈൻഡിങ് വേരിയബിൾ എന്താണെന്ന് കണ്ടു. അപ്പം പിന്നെ ക്വാണ്ടിഫയേഴ്സ് വിത്ത് റെസ്ട്രിക്റ്റഡ് ഡൊമെയിൻ അതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലോജിക്കൽ ഇക്വലൻസ് നമ്മൾ അതിൻ്റെ എക്സാമ്പിളും കണ്ടതാണ്. ലോജിക്കൽ ഇക്വലൻസ് നോക്കാൻ വേണ്ടി നമ്മൾ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ഒക്കെ ദെയർ എക്സിസ്റ്റും ഫോർ ഓളും ഒക്കെ വെച്ചിട്ട് ബൈൻഡ് ചെയ്തേക്കുന്ന ഇതാണ് എന്നൊക്കെ വെച്ചിട്ടുള്ള എക്സ്പ്രഷനുകളാണ് എങ്കിൽ പിയും ക്യൂവും എന്തൊക്കെ പ്രെഡിക്കേറ്റ്സ് ആണെങ്കിലും ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എസ് എന്നും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ടി എന്നും വിളിക്കുവാണെങ്കിൽ പിയും ക്യൂവും എന്ത് വാല്യൂ എടുത്താലും എസിൻ്റെ അതേ ട്രൂത്ത് വാല്യൂ ടി ക്യൂ ഉണ്ടെന്ന് കാണിച്ചാൽ നമ്മൾ ലോജിക്കലി ഇക്വലൻ്റ് എന്ന് കാണുന്നത് നമ്മൾ പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു. പിന്നെയുള്ളത് നെഗേറ്റിംഗ് ക്വാണ്ടിഫൈഡ് എക്സ്പ്രഷൻ എന്നുള്ളതാണ്. അപ്പം ക്വാണ്ടിഫൈഡ് എക്സ്പ്രഷൻ്റെ നെഗേഷൻ എന്താണോ അത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ഒന്ന് എഴുതി കാണിക്കാം. അപ്പോൾ അതായത് നമുക്ക് നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിന് നെഗേഷൻ എന്ന് പറയുന്നത് there exists എക്സ് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ആണ്. അപ്പം അത് നമുക്ക് ഒരു ഇത് നോട്ടിൽ എഴുതേണ്ട കാര്യമില്ല. നോട്ടിൽ എഴുതേണ്ട കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ജസ്റ്റ് ആ എക്സ്പ്ലനേഷൻ ഒന്നും കൂടെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിന് നെഗേഷൻ എന്ന് പറയുന്നത് there exists നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ആണ്. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പം ഫോർ ഓൾ എന്ന് പറയുമ്പോൾ നമുക്ക് എവരി സ്റ്റുഡൻറ്റ് in your class has taken a course in your class has taken a course in calculus. അപ്പോൾ നമ്മൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്ന് എടുക്കാം. പി ഓഫ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പി ഓഫ് എക്സ് എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് നിർത്തും. അപ്പം നമ്മുടെ ഈ എക്സ് നമ്മൾ ഡൊമെയിനായിട്ട് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് എടുത്താൽ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ആണ് നമുക്ക് പറയാൻ മേലെ. എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസിനെ നമ്മൾ പി ഓഫ് എക്സ് എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് ആൻഡ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്സാണ്. അപ്പോൾ ഈ ഡൊമെയിനിൽ എല്ലാവരും പി ഓഫ് എക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സാണ്. ഇനി ഇതിൻ്റെ നെഗേഷൻ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കാൽക്കുലസ് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ എന്നാ, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തിട്ടുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതിന് നെഗേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തിട്ടുണ്ടെന്നുള്ളത് തെറ്റാണ് അല്ലേ? ആ സ്റ്റേറ്റ്മെൻറ്റ് അതല്ല. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ്. ഇതിൻ്റെ നെഗേഷൻ, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നെഗേഷൻ ഫോർ ഓൾ എക്സ് വി ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, നമ്മളതിന് സെൻറ്റൻസ് ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിന് നെഗേഷൻ. അപ്പോൾ നമ്മൾ എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എക്സാമ്പിൾ വെച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്ന് വരും. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. അപ്പം എല്ലാ സ്റ്റുഡൻസും ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ഓൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറയുമ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെന്നുള്ളതാണ്. ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്നുള്ളത് തെറ്റാണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറയുമ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? there exists അറ്റ്ലീസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് അല്ലേ, ഒരാളെങ്കിലും കാൽക്കുലസ് എന്നുള്ള ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എവരി സ്റ്റുഡൻറ്റ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. എല്ലാവരും കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറയുമ്പം ഒരാളെങ്കിലും കാൽക്കുലസ് എടുക്കാത്തത് കാണും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? there is ഇതിന് ഇക്വലൻ്റ് നമുക്ക് പറയാം there is
at least one student in your class who has not taken calculus എന്ന് പറയാലോ. ഒരു സ്റ്റുഡൻ്റെങ്കിലും, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എല്ലാവരും കാൽക്കുലസ് എടുത്തുന്നുള്ള കേസ് അല്ല, എല്ലാവരും കാൽക്കുലസ് എന്നുള്ള കേസ് അല്ല എന്ന് പറയുമ്പം ഒരാളെങ്കിലും കാൽക്കുലസ് എടുത്തിട്ടില്ലെന്നുള്ള. അപ്പോൾ നമ്മൾ പറയാം ദെയർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹു ഹാസ് നോട്ട് ടേക്കൺ കാൽക്കുലസ്. അപ്പം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സ് ഹാസ് ടേക്കൺ കാൽക്കുലസ്. അപ്പം ദെയർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ദെയർ എക്സിസ്റ്റ് എക്സ്, ദെയർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പം ഇൻ യുവർ ക്ലാസ്, അതാണ് ദെയർ എക്സിസ്റ്റ് എക്സ്. കാരണം ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ്. ഹു ഹാസ് നോട്ട് ടേക്കൺ കാൽക്കുലസ്. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റുഡൻറ്റ് എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. അപ്പോൾ നോട്ട് ടേക്കൺ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ അത് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ്. അത് ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. ദെയർ എക്സിസ്റ്റ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ അകത്തോട്ട് നമ്മൾ നെഗേഷൻ കയറ്റുന്നതാണ്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ദെയർ എക്സിസ്റ്റ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസിന് നമ്മൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എടുത്താൽ അതിൻ്റെ നെഗേഷനായിട്ട് നമുക്ക് ദെയർ എക്സിസ്റ്റ് നെഗേഷൻ പി ഓഫ് എക്സ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സിന് ഇക്വലൻ്റ്, അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ലോജിക്കലി ഇക്വലൻ്റ് ആണെന്നാണ് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചാൽ നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് അത് ലോജിക്കലി ഇക്വലൻ്റ് ആണെന്ന് കാണിക്കണം. അപ്പോൾ അത് ലോജിക്കലി ഇക്വലൻ്റ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ വരുമ്പോഴെല്ലാം നമുക്ക് ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ, ഇത് രണ്ടും ഇക്വലൻ്റ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ വരുമ്പോഴെല്ലാം ഇതും ട്രൂ ആണെന്ന് കാണിക്കണം. ഈഫ് ആൻഡ് ഓൺലി ഈഫ്. അപ്പോൾ നമുക്കറിയാം ദെയർ എക്സിസ്റ്റ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. ഇത് എപ്പോഴാണ് ട്രൂ ആകുന്നത്, ഇത് ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആവണ്ടേ. നെഗേഷൻ ഓഫ് ദിസ് ട്രൂ എന്ന് പറയുമ്പം ഈ സാധനം ഇതിനെ നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുത്താൽ ഇതിൻ്റെ നെഗേഷനാണ് ട്രൂ, അപ്പോൾ ഇത് ഫോൾസ് ആവണ്ടേ. അപ്പം ഈഫ് ആൻഡ് ഒൺലി ഈഫ് ഇത് ട്രൂ ആകുന്നത് എപ്പോഴാണ്, ഈഫ് ഇത് നമ്മൾ ബൈ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഈഫ് ആൻഡ് ഒൺലി ഈഫ്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ് എന്ന് നമുക്ക് പറയാൻ മേലേ. ദെയർ എക്സിസ്റ്റ് നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിന് നെഗേഷൻ ട്രൂ വരുന്നത് എപ്പോഴാണ്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈ സ്റ്റേറ്റ്മെൻറ്റിന് നെഗേഷൻ ട്രൂ വരുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് വരുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ. അതാണ് നമ്മൾ പറയുന്നത് ഈഫ് ആൻഡ് ഒൺലി ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ്. ഇനി ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് വരുന്നത് എന്താ, ഈ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴാണ് ഫോൾസ് വരുന്നത്, ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ് എപ്പോഴാണ്, എല്ലാ എക്സുകൾക്കും പി ഓഫ് എക്സ് ട്രൂ എന്നുള്ളത് അല്ല. അതായത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമെങ്കിലും കാണും അല്ലേ, ഈ ഡൊമെയിൻ്റെ അകത്ത് ഒരെണ്ണമെങ്കിലും കാണും പി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യട്ടെ. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പം അത് ട്രൂ ആവുന്നത് ഡൊമെയിനിലെ എല്ലാ എക്സുകളും പി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഡൊമെയിനിൽ ഇപ്പോൾ 10 എണ്ണം ഉണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴല്ലേ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആകുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ് ഈഫ് ആൻഡ് ഓൺലി ഈഫ് there is an element x in the domain for which p of x is false. അപ്പോൾ നമുക്ക് for all x p of x false വരുന്നത് എപ്പോഴാണ്, there is an x in the domain for which p of x is false. അതായത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ വരുന്നത് ഡൊമെയിനിൽ എല്ലാത്തിനും പി ഓഫ് എക്സ് ട്രൂ വരുമ്പോഴാണ്. അപ്പോൾ ഇത് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഡൊമെയിനിലെ ഒരാളെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ് ഈഫ് ആൻഡ് ഓൺലി ഈഫ് ദെയർ ഈസ് ആൻ എക്സ് ഇൻ ദ ഡൊമെയിൻ ഫോർ വിച്ച് പി ഓഫ് എക്സ് ഈസ് ഫോൾസ്. അപ്പോൾ പി ഓഫ് എക്സ് ഫോൾസ് വരുന്ന ഒരെണ്ണമെങ്കിലും കാണും. അപ്പം പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറയുമ്പോൾ എന്താ, നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ട്രൂ അല്ലേ. അപ്പം നമുക്ക് പറയാം ഈ കണ്ടീഷൻ എപ്പോഴാണ് ഉള്ളത്, there is an x in the domain
ഫോർ വിച്ച് പി ഓഫ് എക്സ് ഫോൾസ് ആ പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറയുമ്പോൾ നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ട്രൂ. അപ്പം ദർ ഈസ് ആൻ എക്സ് ഇൻ ദ ഡൊമെയിൻ ഫോർ വിച്ച് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ട്രൂ. അപ്പം നമുക്ക് എന്ത് പറയാം, ദർ എക്സ് ആൻ എക്സ് എന്ന് പറയുമ്പം ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ഈസ് ട്രൂ നമുക്ക് പറയാം. അപ്പം നമ്മൾ എന്ത് തുടങ്ങി, നമ്മൾ ദർ എക്സിസ്റ്റ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂവിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ദർ എക്സിസ്റ്റ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ട്രൂ എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇതിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസാണ്. അപ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആകുന്ന എപ്പോഴാണ്, ദർ എക്സ് ആൻ എക്സ് ഇൻ ദ ഡൊമൈൻ ഫോർ വിച്ച് പി ഓഫ് എക്സ് ഇസ് ഫോൾസ്. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഫോൾസ് എന്ന് പറയുമ്പം നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ ആണ്. അപ്പം ദർ ഈസ് ആൻ എക്സ് ഇൻ ദ ഡൊമൈൻ ഫോർ വിച്ച് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് കിട്ടും. അപ്പം നമുക്ക് പറയാം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ ഈസ് ആൻ എക്സ് ഫോർ വിച്ച് നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് ഈസ് ട്രൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് കിട്ടി. അപ്പം നമുക്ക് നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദർ എക്സിസ്റ്റ് ഈസ് ഈക്വലൻ ടു ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് എന്ന് കിട്ടി. അത് ചെയ്ത് ക്ലിയർ ആണല്ലോ അല്ലേ? അതായത് നമ്മൾ നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എപ്പോഴാണ് ട്രൂ എന്ന് നോക്കും. ഇത് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇത് ട്രൂ എന്ന് കിട്ടണം എങ്കിൽ നമുക്ക് അത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇത് ട്രൂ എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇത് ട്രൂ ആവുന്നത് എപ്പോഴാണ്, നെഗേഷൻ ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ നെഗേഷൻ ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുന്നത് എപ്പോഴാണ്, ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആവുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് ദിസ് ഈസ് ട്രൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദിസ് ഈസ് ഫോൾസ്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസാണ്. ഇനി ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എപ്പോഴാണ് ഫോൾസ് ആകുന്നത്, ഡൊമെയിനിലെ എല്ലാത്തിനും ഇത് ട്രൂ അല്ലാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ട്രൂ അല്ലാതെ വന്നാൽ ഇത് ഫോൾസാണ്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് വരുന്നത് ഡൊമെയിനിലെ ഏതെങ്കിലും ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. നമ്മൾ പറഞ്ഞു ഡൊമെയിനിലെ ഏതെങ്കിലും ഒരു എക്സിന് പി ഓഫ് എക്സ് ഫോൾസ് ആണ്. പി ഓഫ് ഒരു എക്സിന് പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഫോൾസ് വരുന്നത് എപ്പോഴാണ്, നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ വരുമ്പോൾ. അപ്പോൾ ഡൊമെയിനിലെ ഒരു എക്സിനെങ്കിലും നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ ആണ്. അപ്പോൾ ദർ ഈസ് ആൻ എക്സ് ഇൻ ദ ഡൊമെയിൻ ഫോർ വിച്ച് നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ. അത് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് ട്രൂ വരുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇത് ട്രൂ ആണ്. അതുകൊണ്ട് ഇത് രണ്ടും ലോജിക്കലി ഈക്വലൻ്റ് ആണ് കാണിക്കുക. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറിൻ്റെ ഇതിലോട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ നമുക്കിനി വേണ്ടത് നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ്. അത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വലൻ ടു ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സിന് നെഗേഷൻ ദർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ കാണിക്കുന്നത് നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ്. അതിന് വേണ്ടി നമ്മൾ മുമ്പത്തെ പോലെ തന്നെ എക്സാമ്പിൾ എടുക്കുവാണ്. നമ്മൾ ദർ ഈസ് എ സ്റ്റുഡൻറ്റ്, ദർ ഈസ് എന്ന് പറയുമ്പോൾ ദർ എക്സിസ്റ്റ് ആണ്. ദർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് who has taken a course in calculus, who has taken a course in calculus. അപ്പോൾ നമ്മൾ പി ഓഫ് മുമ്പത്തെ നോട്ടിൽ ക്യൂ ആ കിടക്കുന്ന കുഴപ്പമില്ല, നമുക്ക് പി ഓഫ് എക്സ് എടുക്കാം. നമ്മൾ മുമ്പത്തെ പോലെ തന്നെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്, ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്നെടുത്താൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ദർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹു ഹാസ് ടേക്കൺ എന്ന് പറയുമ്പോൾ ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ആ. ഒരു സ്റ്റുഡൻറ്റ് ദർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹു ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് എങ്കിലും ഉണ്ട് കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തത്, ഒരു സ്റ്റുഡൻ്റ് എങ്കിലും ഉണ്ടെന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയർ അപ്പോൾ ദർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹു ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്നുള്ളതിനെ നമ്മൾ എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസും ഡൊമെയിൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്സും എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ഇതിൻ്റെ നെഗേഷൻ എന്ന് ഇപ്പോൾ നമുക്ക് എക്സ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പോൾ നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് there is a student in your class has taken a course in calculus. It is not the case that there is a student in this class who has taken a course in calculus എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ നെഗേഷൻ ഓഫ് ദർ എക്സിസ്റ്റ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് there is a student
in your class who has taken calculus, who has taken a course in calculus. നമ്മൾ പറയുവാണ് നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സ് ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് ഡൊമൈൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്സും എടുത്താൽ ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹു ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ് എന്ന് പറയുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ആണ്. അതിന് നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ്, ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നോട്ട് ദ കേസ് എന്നാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹു ഹാസ് ടേക്കൺ എ കോഴ്സ് ഇൻ കാൽക്കുലസ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ്. അപ്പം നമ്മൾ പറഞ്ഞത് നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻ്റ് എങ്കിലും കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്ത കേസാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ 10 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും കാൽക്കുലസ് എടുത്തിരിക്കണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവണമെന്നെങ്കിൽ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് എന്ന് പറയുമ്പം ഒരാൾ പോലും കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തിട്ടില്ലെന്നുള്ളതല്ലേ മീനിങ്? നിങ്ങളുടെ ക്ലാസ്സിൽ ഒരാളെങ്കിലും കാൽക്കുലസ് എന്നുള്ള കോഴ്സ് എടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ നെഗേഷൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ദർ ഈസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഒരാൾ പോലും കാൽക്കുലസ് എടുത്തിട്ടില്ല. അതിൻ്റെ മീനിങ് എന്താ? ദർ ഈസ് നോ സ്റ്റുഡൻറ്റ്, ഒരാളെങ്കിലും എടുത്തിട്ടില്ല, ഒരാൾ എങ്കിലും ഇല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിന് നെഗറ്റീവാണ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ദർ ഈസ് എ സ്റ്റുഡൻറ്റ്, ഒരാൾ പോലും അപ്പോൾ എടുത്തിട്ടില്ലെന്നാണ്. അപ്പം ദർ ഈസ് നോ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹു ഹാസ് ടേക്കൺ കാൽക്കുലസ്. കാൽക്കുലസ് എടുത്ത ഒരാൾ പോലും ഇല്ലെന്നുള്ളതല്ലേ, ഒരാളെങ്കിലും ഉണ്ടെന്നുള്ളതിനെ നെഗേറ്റ് ചെയ്തു. അപ്പം ഇറ്റ് ഈസ് നോട്ട് ദ കേസ് ദാറ്റ് ദെയർ ഈസ് എ സ്റ്റുഡൻറ്റ് ഹു ഹാസ് ടേക്കൺ കാൽക്കുലസ് എന്ന് പറയുമ്പം ഒരാൾ പോലും കാൽക്കുലസ് എടുത്തിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ഈ ക്ലാസ്സിൽ ആരും കാൽക്കുലസ് എടുത്തിട്ടില്ല. ദെയർ ഈസ് നോ സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹു ഹാസ് ടേക്കൺ കാൽക്കുലസ്. നോ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? എവരി സ്റ്റുഡൻറ്റ്. അതിന് ദെയർ ഈസ് നോ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ എവരി സ്റ്റുഡൻറ്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് നോട്ട് ടേക്കൺ കാൽക്കുലസ്, അപ്പം എവരി സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഫോർ ഓൾ എക്സ് ഹാസ് നോട്ട് ടേക്കൺ കാൽക്കുലസ്. എക്സ് ഹാസ് ടേക്കൺ കാൽക്കുലസിനെ നമ്മൾ പി ഓഫ് എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ നോട്ട് ടേക്കൺ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ അത് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എടുത്തപ്പം അത് ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ ഈസ് ഇക്വലൻ്റ് ടു ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. അത് നമ്മളൊരു എക്സാമ്പിൾ വെച്ചാൽ കാണിച്ചത്. ഇനി ഇത് രണ്ടും ഇത് ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഇത് ലോജിക്കലി ഈക്വലൻ്റ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗേഷൻ ഓഫ് ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സ് എപ്പോഴാണ് ട്രൂ വരുന്നത്? ഈസ് ട്രൂ. ഇതെപ്പോഴാണ് ട്രൂ വരുന്നത്? ഈഫ് ആൻഡ് ഓൺലി ഇഫ്. ഈ നെഗേഷൻ ട്രൂ വരണമെന്നുണ്ടെങ്കിൽ ഇത് ഫോൾസ് ആയിരിക്കണം. ഈഫ് ആൻഡ് ഓൺലി ഇഫ് ദെയർ എക്സിസ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ്. അപ്പം നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ട്രൂ വരുന്നത് എപ്പോഴാണ്? ഇത് ട്രൂ വരുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഫോൾസ് വരുമ്പോഴാണ്. ഇനി ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഫോൾസ് വരുന്നത് എപ്പോഴാണ്? ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറയുമ്പം ഈ പി ഓഫ് എക്സ് ട്രൂ വരുന്ന ഒരാൾ പോലും ഡൊമൈനിൽ ഇല്ലെന്നുള്ളതല്ലേ മീനിങ്? ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഡൊമൈനിൽ പി ഓഫ് എക്സ് ട്രൂ വരുന്ന ഒരാൾ പോലും ഇല്ല. കാരണം ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് ട്രൂ എന്ന് പറഞ്ഞാൽ ഡൊമൈനിൽ ഒരാളെങ്കിലും പി ഓഫ് എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മതി. അപ്പം ഡൊമൈനിൽ ഒരാൾ പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലാത്തതുകൊണ്ടല്ലേ ദെയർ എക്സിസ്റ്റ് പി ഓഫ് എക്സ് ഫോൾസ് വന്ന്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ? There is no x for which p of x is true. p of x true വരുന്ന ഒരു എക്സ് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? there is no x for which p of x is true. പി ഓഫ് എക്സ് ട്രൂ വരും. ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറഞ്ഞാൽ ഡൊമൈനിൽ ഒരാൾ പോലും ഈ കണ്ടീഷൻ ട്രൂ ആവുന്നില്ല. പി ഓഫ് എക്സ് ട്രൂ വരുന്ന ഒരു എക്സ് പോലും ഇല്ല. അപ്പം ഒരു എക്സ് പോലും പി ഓഫ് എക്സ് ട്രൂ വരുന്നത് ഇല്ല എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? എല്ലാത്തിനും പി ഓഫ് എക്സ് ഫോൾസ്. ദെയർ ഈസ് നോ എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ഈസ് ട്രൂ എന്ന് പറയുമ്പം എല്ലാ എക്സുകൾക്കും പി ഓഫ് എക്സ് ഫോൾസ്. പി ഓഫ് എക്സ് ഈസ് ഫോൾസ് ഫോർ എവരി എക്സ് എന്ന് നമുക്ക് പറയാമല്ലേ. ദെയർ ഈസ് നോ എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ട്രൂ. ഒരു എക്സിന് പോലും പി ഓഫ് എക്സ് ട്രൂ അല്ല എന്ന് പറഞ്ഞാൽ എല്ലാ എക്സുകൾക്കും പി ഓഫ് എക്സ് ഫോൾസ് ആണെന്നുള്ളതല്ലേ. അതിൻ്റെ മീനിങ് എന്താണ്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഈസ് ഫോൾസ്.
ഇനി പി ഓഫ് എക്സ് ഫോൾസ് വരുന്നത് എപ്പോഴാണ്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ് വരുന്നത് എപ്പോഴാണ്? നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ വരുമ്പോഴല്ലേ. പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറയുമ്പോൾ നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ ആണ്. അപ്പോൾ എല്ലാ എക്സുകൾക്കും പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് നമുക്ക് എന്താ പറയാം? ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ ആണ്. അപ്പം നെഗേഷൻ ഓഫ് ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും, ഇത് ട്രൂ വരുന്നത് ഇത് ട്രൂ വരുമ്പോഴാണ്, ഈഫ് ആൻഡ് ഓൺലി ഈഫ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സിന് നെഗേഷൻ ട്രൂ ആവുന്നത് ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആകുമ്പോഴാണ്. ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആകുന്നത് എപ്പോഴാണ്? ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സ് ഫോൾസ് ആകുന്നത് ഡൊമൈനിലെ ഒരു എക്സിനും പി ഓഫ് എക്സ് ട്രൂ അല്ലാതെ വരുമ്പോഴാണ്. ഫോർ എവരി എക്സ് അല്ലെങ്കിൽ നോ എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ഇസ് ട്രൂ. പി ഓഫ് എക്സ് ട്രൂ ആവുന്ന ഒരു എക്സ് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? പി ഓഫ് എക്സ് എല്ലാത്തിനും ഫോൾസ് ആണ്. പി ഓഫ് എക്സ് എല്ലാ എക്സുകൾക്കും പി ഓഫ് എക്സ് ഈസ് ട്രൂ ഫോർ ദെയർ ഈസ് നോ എക്സ് ഫോർ പി ഓഫ് എക്സ് ട്രൂ എന്ന് പറഞ്ഞാൽ ഒരു എക്സിന് പോലും പി ഓഫ് എക്സ് ട്രൂ അല്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? എല്ലാ എക്സുകൾക്കും പി ഓഫ് എക്സ് ഫോൾസ് ആണ്. പി ഓഫ് എക്സ് എല്ലാത്തിനും ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയാം? എല്ലാത്തിനും പി ഓഫ് എക്സ് ഫോൾസ് എന്ന് പറയുമ്പോൾ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഫോൾസ്. ഇനി പി ഓഫ് എക്സ് എപ്പോഴാണ് ഫോൾസ് ആകുന്നത്? നെഗേഷൻ പി ഓഫ് എക്സ് ട്രൂ ആകും. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ലോജിക്കലി ഈക്വലൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടിയ റൂളുകൾ എന്താ? ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ എന്ന് പറയുന്നത് ഫോർ ഓൾ എക്സ് നെഗേഷൻ ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ഇനി നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ദെയർ എക്സിസ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പം ദെയർ എക്സിസ്റ്റിൻ്റെ ആണ് നെഗേഷൻ എങ്കിൽ, നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് ആണെങ്കിൽ ഫോർ ഓളിൻ്റെ നെഗേഷൻ വരും. നെഗേഷൻ ഓഫ് ഫോർ ആണെങ്കിൽ ദെയർ എക്സിസ് എക്സിൻ്റെ നെഗേഷൻ പി വരും. അപ്പോൾ ഇതാണ് ഡി മോർഗൻസ് ലോ ഫോർ ക്വാണ്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അതാണ് ആ ടേബിളിൽ തന്നേക്കുന്നത്. ഡി മോർഗൻസ് ലോ നെഗേഷൻ ഓഫ് ദിസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ആ ടേബിളിൽ പ്രത്യേകം പറയുന്നുണ്ട് നെഗേഷൻ ട്രൂ ആവുന്നത് എപ്പോഴാണ്? വെൻ ഈസ് നെഗേഷൻ ട്രൂ? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ ട്രൂ ആണ്. ദെയർ എക്സിസ് എക്സ് പി ഓഫ് എക്സിൻ്റെ നെഗേഷൻ ട്രൂ ആവുന്നത് എപ്പോഴാണ്? ഫോർ എവരി എക്സ് പി ഓഫ് എക്സ് ഫോൾസ് വരുമ്പോഴാണ്. അത് ഫോൾസ് ആവുന്നത് എപ്പോഴാണ്? ദെയർ ഈസ് ആൻ എക്സ് ഫോർ വിച്ച് പി ഓഫ് എക്സ് ട്രൂ വരുമ്പം. അപ്പം അത് ആ ടേബിൾ നോക്കി പഠിക്കണേ. ഇത് നമ്മുടെ ഡി മോർഗൻസ് ലോ ആണ്. ഇതാണ് നമ്മുടെ ഡി മോർഗൻസ് ലോ. അപ്പം നമ്മൾ ഡൊമൈൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റുകളേ ഉള്ളൂ. ഈ എക്സ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റുകളേ ഉള്ളൂ എങ്കിൽ, സപ്പോസ് ഇതിൻ്റെ അകത്ത് n എലമെൻറ്റുകളേ ഉള്ളൂ, x1 ഡൊമൈൻ്റെ അകത്ത് x1 x2 എക്സെട്ര എന്നും പറഞ്ഞ് n എലമെൻറ്റുകളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് x1 ട്രൂ ആണ്, പി ഓഫ് x2 ട്രൂ ആണ്, എക്സെട്ര പി ഓഫ് xn ട്രൂ ആണെന്നുള്ളതല്ലേ മീനിങ്. ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് ഓൾറെഡി നമ്മൾ കണ്ടതാണ്. n എലമെൻറ്റുകളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പം പി ഓഫ് x1 ആൻഡ് പി ഓഫ് x2 ആൻഡ് പി ഓഫ് xn ആണ്. അപ്പോൾ നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പം അതെന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗേഷൻ ഓഫ് പി ഓഫ് x1 ആൻഡ് പി ഓഫ് x2 എക്സെട്ര ആൻഡ് പി ഓഫ് xn ആണ്. ഇനി നമുക്ക് ഡി മോർഗൻസ് ലോ അനുസരിച്ച് നെഗേഷൻ ഓഫ് ആൻഡുകളെ എന്ന് പറഞ്ഞാൽ ഓരോന്നും സെപ്പറേറ്റ് നെഗേഷൻ എടുത്തിട്ട് ഓൾ ഇടുന്നതിന് തുല്യമല്ലേ. അപ്പം നമുക്ക് ഡി മോർഗൻസ് ലോയിൻ്റെ അകത്തോട്ട് കയറ്റുവാണെങ്കിൽ ദിസ് ഈസ് ഈക്വലൻ്റ്. നമ്മൾ നേരത്തെ പഠിച്ച റൂൾ അനുസരിച്ച് n ആൻറ്റുകളെ നമ്മൾ നെഗേഷൻ എടുത്താൽ അത് ഓരോന്നിൻ്റെയും നെഗേഷനെ ഡിസ്ജൻഷനായിട്ട് മാറും. അപ്പോൾ ഇതെന്തായിട്ട് മാറും? നെഗേഷൻ ഓഫ് പി ഓഫ് x1 ഓർ നെഗേഷൻ ഓഫ് പി ഓഫ് x2 എക്സെട്ര ഓർ നെഗേഷൻ ഓഫ് പി ഓഫ് xn എന്ന് വരുമല്ലോ. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൻ്റെ മീനിങ് എന്താണ്? നെഗേഷൻ ഓഫ് പി ഓഫ് x1 ഓർ നെഗേഷൻ ഓഫ് പി ഓഫ് x2 ഓർ നെഗേഷൻ ഓഫ്. അപ്പോൾ നമ്മൾ ഓർ ഇട്ട് പറയുമ്പം കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഓർ എന്ന് പറയുമ്പം അത് ദെയർ എക്സിസ്റ്റ് എക്സ് ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താ? ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് എന്നല്ലേ വരുന്നത്. കാരണം ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഇതും ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട്
പി ഓഫ് എക്സ് വൺ ഓർ പി ഓഫ് എക്സ് ടു ഓർ എക്സെട്ര പി ഓഫ് എക്സ് എൻ. അപ്പോൾ ഇവിടെ നെഗേഷനുകളുടെ ഓറാണ്. അപ്പം ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ ദെയർ എക്സിസ്റ്റ് എക്സ് പി ഓഫ് എക്സും ആണെങ്കിൽ ഇത് ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ് ആണെങ്കിൽ നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് വൺ ഓർ നെഗേഷൻ ഓഫ്, അതാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഡിമോർഗൻസ് ലോ വെച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നെഗേഷൻ ഓഫ് ഫോർ ഓൾ എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ദെയർ എക്സിസ്റ്റ് എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. ഇനി ഇതിൻ്റെ നെഗേഷൻ നമ്മൾ എടുത്താലോ, നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റ് പി ഓഫ് എക്സ് എന്ന് പറയുമ്പം നെഗേഷൻ ഓഫ് ദെയർ എക്സിസ്റ്റിൻ്റെ നമുക്കറിയാം പി ഓഫ് എക്സ് വൺ ഓർ പി ഓഫ് എക്സ് ടു ഓർ എക്സെട്ര പി ഓഫ് എക്സ് എൻ എന്ന് വരും, വിച്ച് ഈസ് ഈക്വലൻ ടു ദെയർ എക്സിസ്റ്റിൻ്റെ നമ്മൾ ഓറിന് നെഗേഷൻ എടുക്കുമ്പം പി ഓഫ് എക്സ് വൺ ആൻഡ് ദെയർ എക്സിസ്റ്റ് പി ഓഫ് എക്സ് ടു ആൻഡ് ദെയർ എക്സെട്ര നെഗേഷൻ പി ഓഫ് എക്സ് എൻ. ഇനി ആൻഡുകളാണ് വരുന്നതെങ്കിൽ അത് ഫോർ ഓൾ എക്സ് എന്നുള്ളതിന് തുല്യമല്ലേ, ഫോർ ഓൾ എക്സ് നെഗേഷൻ പി ഓഫ് എക്സ്. അപ്പോൾ നമുക്കിത് കിട്ടും.